Reema Juma Mubarak, brought to you by Reema Spices, Pulses, Masalas and Breakfast Items. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, റേഡിയോ കേരളം 1476 AM അവതരിപ്പിക്കുന്ന ജുമാ മുബാറക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യൂസഫ് കാരക്കാട്. വെള്ളിയാഴ്ച വരുമ്പോൾ, ആ ജുമാ ദിവസം വരുമ്പോൾ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് അല്ലേ, ഒരു ആഹ്ലാദമാണ്, ഒരു അനുഭൂതിയാണ്. നമസ്കാരം കഴിഞ്ഞ് ആ പ്രാർത്ഥനയും നമ്മുടെ സൗഹൃദങ്ങളെ കാണലും സലാം കൊടുക്കലും കെട്ടിപ്പിടുത്തൊക്കെ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ജുമാ ഖുതുബ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, പല രാജ്യത്തും പല ദേശത്തും പല സ്ഥലങ്ങളിലും, എന്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം എൻ്റെ പള്ളിയിൽ സംസാരിക്കുന്ന ഒരു വിഷയമാവില്ല അടുത്ത പള്ളിയിൽ ഉസ്താദ് സംസാരിക്കുന്നത്. ഒരേ പള്ളിയിൽ കാലങ്ങളായിട്ട് അറബിയിൽ മാത്രം ഓതുന്ന ചില ഖുതുബകളുണ്ട്. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, പോകുന്നില്ല. അപ്പോൾ പ്രസംഗം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ പല വിഷയങ്ങളാവാറുണ്ട്. പല വിഷയങ്ങളിലാണ് നമ്മുടെ നാട്ടിലൊക്കെ സംസാരിക്കാറ്. പക്ഷേ GCCയിലും ഒരുപാട് രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ മതകാര്യ വകുപ്പ് നൽകുന്ന ഒരു വിഷയമുണ്ട്, ഔക്കാഫ് നൽകുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ ഊന്നിയാണ് ആ പ്രഭാഷണം നടത്താറുള്ളത്, ജുമാ ഖുതുബ നടത്താറുള്ളത്. അതിൻ്റെ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു പള്ളിയിൽ ഒരു 500 അല്ലെങ്കിൽ ഒരു 1000 1500 ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് പള്ളികളിൽ ഒരേ വിഷയം സംസാരിക്കുമ്പോൾ, അത് എത്ര ലക്ഷം പേരുടെ കാതുകളിലേക്കും ഹൃദയങ്ങളിലേക്കുമാണ് ആ ഒരു വിഷയത്തുന്നത്. വലിയ മഹത്വമുണ്ട്, വലിയ സന്ദേശമാണ്, വലിയൊരു പ്രബോധനമാണ്. ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ, ഒരു രാജ്യത്തൊരു വിഷയം കൈകാര്യം ചെയ്യുന്നുള്ളതിൻ്റെ മഹത്വം അത് പറഞ്ഞാൽ ഒടുങ്ങാത്തതാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ കേൾക്കുന്നത് പല രാജ്യങ്ങളിലും, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും റേഡിയോ കേരളം 1476 കേൾക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. UAE ജുമാ ഖുതുബ ഔക്കാഫ്, UAE ഔക്കാഫ് നൽകുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാ പള്ളികളിലും സംസാരിക്കുന്ന വിഷയം UAE ജുമാ ഖുതുബ യുവത്വത്തിൻ്റെ തുടിപ്പെന്ന വിഷയമാണ്. ലോകം കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. യുവാക്കളുടെ മഹത്വം ഇസ്ലാമിൽ അതെത്രത്തോളമാണെന്ന് നമുക്ക് വഴിയേ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ വിഷയത്തിൻ്റെ ഒരു വിവർത്തനമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഉസ്താദ് അമീർ ബാക്കവി, അബുദാബി. എനിക്ക് ഏറ്റവും അടുത്ത സൗഹൃദം കൂടിയുള്ള ഒരു ഉസ്താദാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്, ശബ്ദത്തിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമുള്ള സഹോദരന്മാരെ, 16/8/2024 ജീവിതത്തിലെ ഏറ്റവും പ്രസരിപ്പുള്ള ചുറുചുറുക്കുള്ള യുവത്വകാലം, അത് നാം എങ്ങനെ ചിലവഴിക്കണം എന്നതിനെ സംബന്ധിച്ച് UAE ഔക്കാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ മുറുഅത്തു ഷബാബ്, യുവത്വത്തിൻ്റെ പ്രസരിപ്പ് എന്നതിനെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. യുവത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കൽപ്പിച്ചു, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾ നിന്നിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് 5 കാര്യത്തെ നീ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒന്നാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയത് ശബാബക ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരുന്നതിൻ്റെ മുമ്പ്, നീ പ്രായമാകുന്നതിൻ്റെ മുമ്പ് നിന്റെ യുവത്വത്തെ നന്നായി നീ ചിലവഴിക്കണം. നിന്റെ രക്ഷിതാവിന് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിലും ദീനീ കാര്യങ്ങൾക്ക് ശ്രദ്ധ പുലർത്തുന്ന വിഷയത്തിലുമാവണം നിന്റെ യുവത്വത്തെ നീ ചിലവഴിക്കേണ്ടതും അതിനെ നീ ഉപയോഗപ്പെടുത്തേണ്ടതും. ആ യുവത്വ സമയത്ത്, പ്രസരിപ്പുള്ള സമയത്ത് നീ മൃദുവായും സൗമ്യമായിട്ടുമാവണം മറ്റുള്ളവരോട് പെരുമാറേണ്ടതും അവരോട് നീ ഇടപഴകേണ്ടതും. ഒരിക്കലും തന്നെ നീ കാർക്കശ്യക്കാരനോ ശാഠ്യമുള്ളവനോ ഗൗരവത്തിൻ്റെ ഉടമയോ ആയി നീ ജീവിക്കരുത്. നിശ്ചയം യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ
വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ്, നിങ്ങൾക്ക് എളുപ്പത്തെയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും തന്നെ നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് ഞെരുക്കം വരുത്തുന്ന, നിങ്ങളെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒന്നും തന്നെ അവൻ ഉദ്ദേശിക്കുന്നില്ല. വല്ലാഹു യുരീദു അയ്യതൂബ അലൈക്കും വയുരീദുല്ലദീന യത്തബിഊന അശ്ശഹവാതി അൻ തമീലു മൈലൻ അളീമ. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ പാശ്ചാത്താപം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പുറത്തു തരുന്നു. എന്നാൽ തൻ ഇഷ്ടങ്ങളെ പിൻപറ്റി ജീവിക്കുന്നവർ ഉദ്ദേശിക്കുന്നത്, വികാര വിചാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് അൻ തമീലു മൈലൻ അലീമ, നിങ്ങൾ നേരായ വഴിയിൽ നിന്ന് വൻ തോന്നിൽ തെറ്റിപ്പോകണമെന്നാണ് അവരാഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, നിങ്ങൾക്ക് ഭാരം കുറച്ചു തരണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നത്. ഓ യുവാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമ ഉള്ളവരായി മാറുകയും നിങ്ങളുടെ നന്മകൾ കണ്ടുകൊണ്ട് അവർ സന്തോഷിക്കുകയും ചെയ്യണം. ഇതിനു വേണ്ടിയാണ് അവർ ഉറക്കം ഒഴിവാക്കി നിങ്ങളെ വളർത്തി വലുതാക്കിയത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തോടുകൂടി ഞെളിമയുടെ ചിറക് നീ മാതാപിതാക്കൾക്ക് താഴ്ത്തിക്കൊടുക്കുകയും വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ മാതാപിതാക്കൾ എന്നെ പോറ്റി വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഓ രാജ്യത്തെ യുവാക്കളെ, നിങ്ങൾ രാജ്യത്തിൻ്റെ സമ്പത്താണ്. നിങ്ങളിൽ നിന്ന് രാജ്യം ആഗ്രഹിക്കുന്നത് പോലെ അതിലേക്ക് നിങ്ങൾ ഉയരണം. നിങ്ങൾ നല്ല വിശാല മനസ്സുള്ളവരും ധീരരും ആയി മാറണം. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എല്ലാ നല്ല അവസരങ്ങളും നാടിനു വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അവസരങ്ങൾ നിങ്ങളെ തേടി വരും എന്ന് വിചാരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളും സ്വയം പ്രകടിപ്പിച്ച് നാടിനും സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരമുള്ളവരായി മാറണം. നിശ്ചയം യുവാക്കൾ രാജ്യത്തിൻ്റെ നെടും തൂണുകളാണ്. അറിവും കഴിവും രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. നിങ്ങളിൽ നിന്നാണ് രാജ്യം നന്മ ആഗ്രഹിക്കുന്നത്. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന ഇദാ നസല ബിഹി അംറുൻ, തൻ്റെ മുന്നിലേക്ക് വരുന്ന ഗൗരവമുള്ള വല്ല കാര്യവും വന്നാൽ ദഅ ശബാബ ഫസ്തശാറഹും, യുവാക്കളെ വിളിച്ച് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. ഓ യുവാക്കളെ, നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾ വെറുതെ പാഴാക്കി കളയരുത്. സോഷ്യൽ മീഡിയകളിൽ സമയം ചിലവഴിക്കുന്നവരാവരുത്. തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാവണം. അവിവേകമായി വാഹനം ഓടിച്ച് നിയമം ലംഘിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രൂപത്തിൽ നാം വാഹനം ഓടിക്കരുത്. നമ്മുടെ മഹാന്മാർ ഇതല്ല നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവർ വിനയം, താഴ്മ, നന്മ, സത്യം, ആത്മാർത്ഥത, വിട്ടുവീഴ്ച, കൃത്യനിഷ്ഠ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമ്മുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് നല്ലവണ്ണം ബോധം ഉണ്ടായിരിക്കണം. ഖിയാമത്ത് നാളിൽ യുവത്വത്തെ സംബന്ധിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ അർബഅ, യുവത്വത്തെ സംബന്ധിച്ച് ആ യുവത്വം നീ എവിടെ ചെലവഴിച്ചു എന്നതിനെ സംബന്ധിച്ച് യുവാക്കളെ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ രാജ്യത്തിലെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഹഫളഹുല്ലാ മഹാനവർകൾ രാജ്യത്തെ യുവാക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അദ്ഊഹും ഇല അൻ യകൂനു ഹാദിരീന ഫി മുഖ്തലിഫി മജാലാത്തിൽ അമലിൽ വത്നി, രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ സേവന മേഖലയിലേക്ക് മുന്നിട്ട് ഇറങ്ങാൻ ഞാൻ അവരെ വിളിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് കൈപിടിച്ചു ഉയർത്തുന്നവരാണ് രാജ്യത്തെ നന്മയ്ക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്ന യുവാക്കളായി നമ്മെ മാറ്റുമാറാവട്ടെ. ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് എല്ലാവിധ കാവലും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്ത് നിന്ന് മൺമറഞ്ഞു പോയ ഈ രാജ്യത്തെ ശില്പി ഷെയ്ഖ് സായിദ് അടക്കമുള്ള മുൻഗാമികൾക്കൊക്കെ അല്ലാഹു മഅ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ.
ആമീൻ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Reema Juma Mubarak, brought to you by Reema Spices, Pulses, Masalas and Breakfast Items. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ജുമാ മുബാറക്കിലേക്ക് സ്വാഗതം. ഞാൻ യൂസഫ് കാരക്കാട്. നമ്മൾ കേട്ട ശബ്ദം ഉസ്താദ് അമീർ ബാക്കവിയുടേതാണ്. ഒരുപാട് സന്തോഷം ഉസ്താദെ. റേഡിയോ കേരളത്തിൻ്റെയും എൻ്റെയും നന്ദി അങ്ങേക്ക് അറിയിക്കുകയാണ്. യുവാക്കളുടെ മഹത്വത്തെക്കുറിച്ച്, യുവാക്കൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു വീടിൻ്റെ, എല്ലാത്തിൻ്റെയും ഒരു കരുത്താണ്. മാത്രമല്ല, നമ്മുടെ യുവത്വം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളൊരു ചോദ്യം നമ്മൾ നേരിടാൻ പോകുന്നുണ്ട്. നമുക്ക് നല്ല ഉത്തരം കൊടുക്കണം. എൻ്റെ യുവത്വം ഞാൻ എൻ്റെ സഹജീവികൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ നാടിന്, എൻ്റെ സമുദായത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ചു എന്നുള്ളൊരു ഉത്തരം കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ ചെറുപ്പത്തിൽ വളർത്തി വലുതാക്കിയതുപോലെ അല്ലേ മാതാപിതാക്കൾക്ക് നീ കരുണ വർഷിക്കണേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കൂണുപോലെ മുളച്ചു പൊന്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അതേതാണെന്നറിയാം? വൃദ്ധസദനങ്ങളാണ്. എത്രയോ രാത്രി നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് നമുക്ക് കാവലിരുന്ന് ഒരു പനി വന്ന നമ്മുടെ മാതാപിതാക്കൾ ഉറങ്ങാറില്ല. ഓരോ ഉറക്കത്തിലും വന്ന് നമ്മളങ്ങനെ തൊട്ടു നോക്കും, എൻ്റെ കുട്ടിയുടെ പനി മാറിയോ. അങ്ങനെ നമുക്ക് വേണ്ടി എത്രയോ രാത്രികൾ അവർ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. നമ്മുടെ മലമൂത്ര വിസർജനമൊക്കെ കഴുകിത്തരാറുണ്ട്. അതിന് ഒരു അറപ്പും അവർക്ക് അവരുടെ മനസ്സിലോ ഹൃദയത്തിലോ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. അവരുടുത്തില്ലെങ്കിലും നമ്മളെ ഉടുപ്പിക്കാറുണ്ടായിരുന്നു. എത്രയോ ദിവസങ്ങളിൽ പണ്ട് കാലത്തൊക്കെ അവർ വിശന്നിരിക്കുമ്പോഴും നമ്മുടെ വിശപ്പ് മാറ്റിയിരുന്നു. ഓരോ സമയത്തും ഓരോ ദിവസങ്ങളിലും ഓരോ സെക്കൻഡുകളിലും എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി എന്ന് മാത്രം പറഞ്ഞ് എന്ന ചിന്തയിൽ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, അവരെ നമ്മൾ വലുതാകുമ്പോൾ, നമ്മൾ യുവാക്കളാകുമ്പോൾ, നമ്മുടെ യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ അവർ നമുക്കൊരു ഭാരമാണെന്ന് തോന്നി അവരെ വൃദ്ധസദനങ്ങളിൽ എത്തിക്കുന്ന മക്കളുണ്ട്. അവരെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അങ്ങനെയുള്ള മക്കളാണ് ഒരു നാടിൻ്റെ ശാപമെന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങളുടെ അയൽവാസികളെ, നിങ്ങളുടെ ചുറ്റുപാടിനെയൊക്കെ സ്നേഹിക്കാൻ കഴിവുള്ള നല്ല കരുത്തുള്ള ഹൃദയമലിവുള്ള യുവാക്കളാണെങ്കിൽ ആ നാടും ആ കുടുംബവും ആ ദേശമൊക്കെ രക്ഷപ്പെട്ടു. യുവാക്കളെന്ന് പറയുന്നത് ഒരു കരുത്താണ്. അതിൻ്റെ മഹത്വം ഇസ്ലാമികപരമായിട്ടും UAE ഭരണകർത്താക്കളൊക്കെ പറഞ്ഞതിനെ കുറിച്ചൊക്കെ നമ്മുടെ ഉസ്താദ് നമ്മളോട് സംസാരിച്ചു. ഇനിയൊരു പ്രഭാഷണത്തിലേക്കാണ്. യുവാക്കളുടെ മഹത്വം വളരെ വിശദമായി വിശദീകരിച്ച ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ്. ഈ കാലത്തെ എല്ലാ യുവാക്കളും, ഈ തലമുറയിലെ യുവാക്കൾ മാതൃകയാക്കേണ്ട ഒരു ചരിത്രത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഉസ്താദ് സിംസാറുൽ ഹക്ക് ഉദവിയുടെ പ്രഭാഷണത്തിലേക്ക്. അല്ലാഹുവിന്റെ ഖളാഉം ഖദറും നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് പറയാൻ ജനങ്ങളൊന്നാകെ, ലോകത്തുള്ള എല്ലാവരും നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിരിക്കട്ടെ. എല്ലാരും കൂടി മോനെ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണമെന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച നന്മയല്ലാതെ മറ്റൊന്നും ആർക്കും നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുകയില്ല. ولو اجتمعوا وإن اجتمعوا على أن يضروك لم يضروك بشيء إلا بشيء قد كتبه الله عليك. ജനങ്ങൾ എല്ലാവരും കൂടി നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് വിചാരിക്കട്ടെ, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യണം, നിങ്ങൾ അപമാനിക്കണം, നിങ്ങളെ നിന്ദ്യനാക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യണമെന്ന് ലോകത്തെ എല്ലാവരും വിചാരിച്ചു എന്നിരിക്കട്ടെ. അല്ലാഹു നിശ്ചയിച്ചതല്ലാതെ മോനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിവുള്ളതല്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ് ഈ ലോകത്ത് നടക്കുന്നത്. ഈമാൻ ഉറപ്പിക്കുകയാണ്.
ഈമാൻ ഉറപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ പറയും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനൽ ഈമാന ഖബ്ല അൻ യുഅല്ലിമനൽ ഖുർആൻ. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരുന്നതിന്റെ മുമ്പേ ഞങ്ങൾക്ക് നിബിതങ്ങൾ ഈമാൻ പഠിപ്പിച്ചു തരുമായിരുന്നു. ഈമാൻ ഉറപ്പിക്കുക, അല്ലാഹു ആരാണെന്ന വിശ്വാസം ഉണ്ടാവുക. അല്ലാഹു ഖാലിഖാൻ, അവനാണ് എന്റെ സ്രഷ്ടാവ്, അവൻ എന്നെ നോക്കിക്കാണുന്നവനാണ്. റഖീബാണ്, അല്ലാഹു എല്ലാം കാണുന്നവനാണ്. അല്ലാഹു എന്റെ കൂടെയുണ്ട്. വഹുവ അഖ്റബു ഇലൈക്കും മിൻ ഹബിലിൽ വരീദ്. നമ്മുടെ തൊണ്ടയുടെ നാഡിയേക്കാളും അല്ലാഹു നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് എന്ന ബോധം ഒരു കൊച്ചുകുട്ടിയിൽ ഉണ്ടാക്കി കൊടുത്താൽ ആ കുഞ്ഞ് വളർന്നാൽ വഴിതെറ്റുന്ന പേടിക്കേണ്ട. ഈ റുസൂഖ്, ഈമാനികമായ അടിത്തറ നബിതങ്ങൾ നൽകിയതിന്റെ ശേഷമായിരുന്നു സ്വഹാബികൾക്ക് ഖുർആൻ പഠിപ്പിച്ചിരുന്നത് എന്ന് അസ്ഹാബമാർ പറയാറുണ്ട്. നബിതങ്ങൾ ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്നപ്പോ ഞങ്ങൾക്ക് ആദ്യം ഈമാൻ പഠിപ്പിച്ചു തരും, പിന്നെയാണ് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നത്, ഖുർആൻ ഞങ്ങൾ ഓതി പഠിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈമാനിൽ നിന്നും ഈമാനിലേക്ക് അള്ളാഹു ഞങ്ങൾക്ക് ഉയർച്ച തന്നു. ഈമാനിൽ നിന്ന് ഈമാനിലേക്ക് ഈമാൻ ഞങ്ങളുടേത് വർദ്ധിച്ചു. പക്ഷേ പിൽക്കാലത്ത് വന്നപ്പോ ആളുകൾ ഖുർആൻ ആദ്യം പഠിച്ചു, കുട്ടികൾ ആദ്യം ഖുർആൻ പഠിച്ചു. പക്ഷേ അവർക്ക് ആരുടെ വാക്കാണ് ഖുർആൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ, ആരാണ് അള്ളാഹു എന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ, അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കാതെ, ആഖിറം ബോധ്യപ്പെടുത്തി കൊടുക്കാതെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഈമാനിന്റെ അടിത്തറ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആദ്യം ഈമാൻ കൊടുക്കുകയും പിന്നീട് അവർക്ക് ഖുർആൻ നൽകുകയും ചെയ്തു പരിശുദ്ധ റസൂലുള്ളാഹി. നബിതങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഹബീബിന്റെ ചുറ്റുമുണ്ടായിരുന്ന വളരെ പ്രിയപ്പെട്ടവർ ഹബീബിന്റെ യുവാക്കളായ സ്വഹാബിമാരാണ്. ആ യുവാക്കളിലുണ്ട് പ്രഗൽഭനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരിലുണ്ട് മഹാനായ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, അവരിലുണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അവരിലുണ്ട് ബിലാൽ ഇബ്നു റബാഹ് എന്നവർ, അവരിലുണ്ട് മുസ്അബ് ഇബ്നു അല്ലാഹ്. ബദർ യുദ്ധം നടക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞില്ലേ, രണ്ട് ചെറുപ്പക്കാരായ എന്നെ വന്ന് തോണ്ടിയത്, എന്റെ ചുമൽ വന്ന് തോണ്ടിയിട്ട് ചോദിച്ചു, അല്ല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, ഇതിൽ ആരാണ് അബൂജഹൽ എന്ന് കാണിച്ചു തരുമോ? സമിഅനാ അന്നഹു യസുബ്ബു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ അവൻ ചീത്ത പറയുന്നു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഒന്ന് കാണിച്ചു തരാമോ? രണ്ട് ചെറുപ്പക്കാരാണ്, മുഅവ്വദ് മുആദ്. മുഅവ്വദ് എന്നവരും മുആദ് എന്നവരും. മുഅവ്വദ് ഇബ്നു അഫ്റാഹ്, മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ്, അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുആദ് എന്നവര്. 13-14 വയസ്സേ പ്രായമുള്ളൂ. ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അതാ ആ കാണുന്നതാണ് അബൂജഹല്. പറഞ്ഞു കൊടുത്തത് പരമാർത്ഥം. ആ യുദ്ധക്കളത്തിലേക്ക് രണ്ട് കൊച്ചുമക്കളാണ് ഓടിച്ചെന്നത്. അബൂജഹലിനെ കുതിരപ്പുറത്തുനിന്നും വെട്ടി താഴ്വീഴ്ത്തിയത് രണ്ട് ചെറുപ്പക്കാരാണ്, മുഅവ്വദ് മുആദ്. അവര് അള്ളാഹുവിന്റെ റസൂലിനോട് യുദ്ധത്തിന് വരാൻ സമ്മതം ചോദിക്കുമ്പോ അവർ തള്ളവിരലിൽ നിന്നുകൊണ്ടാണ്, നബിയെ ഞങ്ങൾ പൊക്കമുള്ളവരാണ്, ഞങ്ങൾ മുതിർന്നവരാണ്, ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന് നബിയെ കാണിക്കാൻ അവർ മുന്നോട്ട് വന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. മാഷാ അല്ലാഹ്. ആ അബൂജഹൽ താഴെ വീണപ്പോ അബൂജഹലിന്റെ കഥ കഴിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ചെറുപ്പമാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവർ മെലിഞ്ഞ സ്വഹാബിയാണ്. അബൂജഹലിന്റെ നെഞ്ചത്ത് കയറിയിരുന്നപ്പോ അബൂജഹൽ ഒരു വാക്ക് പറഞ്ഞു, ലഖദ് ഇർതഖൈത മുർതഖൻ സഅബാ, വളരെ പ്രയാസകരമായ ഒരു ഉയർന്ന കുന്നിലേക്കാണ് മോനെ നീ കയറി നിൽക്കുന്നത് കേട്ടോ. അബ്ലിഗ് മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നി അക്റഹു, മുഹമ്മദ് നബിയോട് ചെന്ന് പറ ഞാൻ അവരെ വെറുക്കുന്നു എന്ന് നബിയോട് ചെന്ന് പറ എന്ന് അവസാനത്തെ നേരത്ത് പറഞ്ഞ ആളാണ് അബൂജഹൽ. അബൂജഹലിന്റെ കഴുത്തെടുത്ത് കൊണ്ടുവരുന്നത് ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. വളരെ വലിയ ഈമാനും വലിയ തന്റെ ഇടവും ഹബീബായ നബിയുടെ കാലത്ത് ചെറുപ്പക്കാർ കാണിക്കാൻ. ആ നേരത്തൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെന്തായിരിക്കും? വല്ല വാട്സപ്പിൽ ഗെയിം കളിച്ചിരിക്കേ, അല്ലെങ്കിൽ വല്ല കാമുകന്മാർ അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാറ്റിങ്ങോ, വല്ല സിനിമാ കഥകളോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വല്ല ഫുട്ബോൾ മാച്ചുകളെ സംബന്ധിച്ചോ. നമ്മുടെ ചെറുപ്പക്കാർക്ക് അതാണ് ചിന്ത. സ്വഹാബികൾ കരയുമായിരുന്നു. നബിതങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരട്ടെ എന്ന് ചോദിച്ച് നബിതങ്ങൾ അവരെ കൊണ്ടുപോവാൻ തങ്ങളുടെ കയ്യിൽ വഴിയില്ലാതെ വരുമ്പോ അവരെ പൊട്ടിക്കരയും, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ കൊണ്ടുപോകുന്നില്ലല്ലോ, ഞങ്ങളെ കൊണ്ടുപോകുന്നില്ലല്ലോ. ബിസ്മില്ലാഹ് അഊദു ബില്ലാഹി സമീഉൽ അലീം ولا على الذين إذا ما أتوك لتحملهم
قلت لا أجد ما أحملكم عليه تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون. നബിയെ, ചില ആളുകൾ അങ്ങയുടെ മുമ്പിലേക്ക് വരുമ്പോ, അങ്ങയുടെ അരികത്തേക്ക് വരുമ്പോ, വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും, യുദ്ധത്തിന് പോരാൻ സമ്മതം ചോദിച്ചു വരുമ്പോ, അവരെ കൊണ്ടുപോകാൻ ഒരു വാഹനമില്ലാതെ വരുമ്പോ അങ്ങ് സങ്കടത്തോടെ പറയുമല്ലോ, ലാ അജിദു മാ അഹ്മിലുക്കും അലൈ, യുദ്ധത്തിന് വരാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ, നിങ്ങൾക്ക് പോകാൻ വാഹനമില്ല എന്ന് പറയുമ്പോ തവല്ലൗ, അവർ പിന്തിരിഞ്ഞു നടക്കുന്നു, അഅയുനുഹും തഫീദു മിനദ്ദംഇ ഹസന, സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ചു പോകാറുള്ളത് വീട്ടിലേക്ക്. അങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ നബിയെ അങ്ങയുടെ സ്വഹാബികളിലെന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിൽ ഹബീബിന്റെ സ്വഹാബത്തിനെ പരിചയപ്പെടുത്തുന്നു. ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് എന്നവരുടെ പ്രിയപ്പെട്ട അനുജൻ മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് യുദ്ധത്തിന് വരണം എന്ന് പറഞ്ഞപ്പോ നബി ഞങ്ങൾ പറഞ്ഞു, ഉമൈറേ, നിങ്ങൾ ചെറുപ്പമല്ലേ, നിങ്ങൾക്ക് പറ്റില്ല. 13 വയസ്സായിരുന്നു. പറ്റില്ല ഉമൈറേ, പറ്റില്ല. പറഞ്ഞു നബിയേ, അഹ്മിലുസ്സുയൂഫ്, എനിക്ക് നിങ്ങളുടെ വാളുകൾ ചുമക്കാൻ കഴിയും നബി, ഞാൻ അത് ചെയ്തേക്കാം. ഞാനൊരു വളണ്ടിയറായിട്ട് വരാം ഈ യുദ്ധത്തിലേക്ക്, വാളുകൾ ചുമന്നു തരാം, എന്റെ ജോലി അതാണ്. എന്നാൽ ആവട്ടെ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ എന്റെയും കൂട്ടുകാരുടെയും വാള് അവരുടെ ചുമലിൽ കെട്ടിക്കൊടുക്കും, ആ വാള് താഴെ തിഴയുന്നുണ്ടാകും, വാളിനേക്കാളും നീളം കുറവായിരുന്നു. ഉമൈർ എന്ന ചെറുപ്പക്കാരനായ കുട്ടി, ആ സ്വഹാബി 13 വയസ്സുള്ള സമയത്താണ് പരിശുദ്ധമായ ഉഹദിലേക്ക് വന്ന് അള്ളാഹുവിന്റെ ഈ ലോകത്ത് നിന്ന് രക്തസാക്ഷിത്വം വാങ്ങി അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്തേക്ക് പറന്നുപോയത് ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. അവർ കരയുമായിരുന്നു, നബിയെ ഞങ്ങൾക്കും പോകണം, നബിയെ ഞങ്ങൾക്കും വരണം. ഈ ഒരു ചെറുപ്പക്കാരുടെ ലോകത്ത് നിന്നാണ് നമ്മൾ ആധുനിക ലോകത്തേക്ക് കടന്നു വരുന്നത്. ഇത്രയും സീരിയസ് ആയി ചിന്തിച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അധപ്പതനവും മാറ്റങ്ങളും ഉണ്ടായത് എന്ന് അല്ലാഹു ഈ സമൂഹത്തിന്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, നമ്മളിൽ മാറ്റം വരുത്താതെ തീർച്ചയായും അള്ളാഹു അവന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി പഠിപ്പിക്കുകയാണ്. Reema Juma Mubarak, brought to you by Reema Spices, Pulses, Masalas and Breakfast Items. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജുമാ മുബാറക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ യൂസഫ് കാരക്കാട്. നമ്മളേറെ ചിന്തിപ്പിക്കുന്ന, നമുക്ക് ചിന്തിക്കാനാകുന്ന പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. ബഹുമാനപ്പെട്ട ഉസ്താദ് സിംസാർ ലഖ് ഹുദവിയുടെ ശബ്ദമായിരുന്നു. യുവാക്കളെന്ന് പറയുന്നത് ഒരു നാടിൻ്റെ കരുത്താണ്, സ്നേഹമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ എല്ലാ ദുരന്ത മുഖങ്ങളിലും എല്ലാം മറന്ന് പ്രവർത്തിക്കാൻ ഓടിയെത്തുന്ന എത്രയോ യുവാക്കളെയാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. സമരമുഖങ്ങളിലും യുവാക്കളാണ്. ഉദാഹരണത്തിന് വയനാട്ടിൽ സംഭവിച്ച, വയനാടെന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഹൃദയത്തിലും ഒരു തേങ്ങലാണ്, ഒരു വിങ്ങലാണ്. ആ ദുരന്തം സംഭവിച്ച അന്ന് മുതൽ ഇന്ന് വരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെളിയിൽ പൂണ്ട മനുഷ്യ ശരീരങ്ങളൊക്കെ അഴുകി തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടും എൻ്റെ സഹോദരൻ്റെയാണ്, എൻ്റെ സഹോദരിയുടെയാണ് എന്നുള്ള ചിന്തയിൽ മനസ്സലിവുള്ള, ഹൃദയമലിവുള്ള യുവാക്കൾ ആ ശരീരഭാഗങ്ങളെടുത്ത് കഴുകി മറവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയായവർക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറ്റവരെ, ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവർക്ക് താങ്ങായി തണലായി അവരുടെ കൂടെ തന്നെ ഇന്നും ഈ ദിവസം വരെയും നാനാ തുറകളിൽപ്പെട്ട യുവാക്കളും അവിടെ ഇപ്പോഴുണ്ട്. എല്ലാ സംഘടനയിൽപ്പെട്ടവരുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുണ്ട്, നാനാ മതങ്ങളിൽപ്പെട്ടവരുണ്ട്. യുവാക്കളെന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ശക്തിയാണ്. വലിയ ഹൃദയ അലിവുണ്ടാവത്രേ.
ഈ പ്രായത്തിൽ. അതുപോലെ ദേഷ്യം. ഈ നമ്മളോട് പറഞ്ഞല്ലോ, യുവാക്കളുടെ നിൻ്റെ യുവത്വം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കൊടുക്കാനുണ്ടാവണം. ഞാൻ എൻ്റെ യുവത്വം എൻ്റെ സമുദായത്തിന് വേണ്ടി, എൻ്റെ നാടിന് വേണ്ടി, എൻ്റെ സഹജീവികൾക്ക് വേണ്ടി, എൻ്റെ വീടിന് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ എൻ്റെ യുവത്വം ചെലവഴിച്ചത് എന്ന് പറയാൻ കഴിയണം. എല്ലാ ദുരന്തമുഖങ്ങളിലും നമുക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാനിറങ്ങുന്ന നല്ല മനസ്സുള്ള എല്ലാ യുവാക്കളെയും ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ്, അവരോടുള്ള നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. അതാണെങ്കിലും മനോഹരമായ ഒരു ചരിത്ര ഗാനത്തിലേക്ക് നമുക്ക് പോകാം. ആ പാട്ട് കേട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം, അവരെ തുടർന്ന് സ്വാലിഹീങ്ങൾ ജീവിച്ച മാർഗം. അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം, അവരെ തുടർന്ന് സ്വാലിഹീങ്ങൾ ജീവിച്ച മാർഗം. അതിലൂടെ ഞങ്ങളെ നടത്തിടൂ നിറഹിമേ, അതിനായി സങ്കടം കരഞ്ഞിടാം പെരിയോനെ. അതിലൂടെ ഞങ്ങളെ നടത്തിടൂ നിറഹിമേ, അതിനായി സങ്കടം കരഞ്ഞിടാം പെരിയോനെ. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. നമ്രൂദിൻ തീക്കളത്തിൽ കരിയാത്ത തൗഹീദ്, ബദറിൽ സ്വഹാബിമാർക്ക് കരുത്തായ തൗഹീദ്. നമ്രൂദിൻ തീക്കളത്തിൽ കരിയാത്ത തൗഹീദ്, ബദറിൽ സ്വഹാബിമാർക്ക് കരുത്തായ തൗഹീദ്. അല്ലാഹുവിന് മാത്രം നമ്മുടെ ഇബാദത്ത്, വേണ്ടാവങ്കലേക്ക് മധ്യവർത്തി നമുക്ക്. അല്ലാഹുവിന് മാത്രം നമ്മുടെ ഇബാദത്ത്, വേണ്ടാവങ്കലേക്ക് മധ്യവർത്തി നമുക്ക്. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. കരളിൻ്റെ ഉള്ളിലുള്ളതറിയുന്നവനല്ല, അല്ലാതെ ആരും കൽബിലെ രഹസ്യമറിയില്ല. കരളിൻ്റെ ഉള്ളിലുള്ളതറിയുന്നവനല്ല, അല്ലാതെ ആരും കൽബിലെ രഹസ്യമറിയില്ല. ഖബറിൽ ശയിച്ചിടുന്നവരറിയില്ല ഒന്നുമേ, ഖബറാളിയോട് തേടുവാൻ തെളിവില്ല എങ്ങുമേ. ഖബറിൽ ശയിച്ചിടുന്നവരറിയില്ല ഒന്നുമേ, ഖബറാളിയോട് തേടുവാൻ തെളിവില്ല എങ്ങുമേ. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. Reema Juma Mubarak, brought to you by Reema Spices, Pulses, Masalas and Breakfast Items. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജുമാ മുബാറക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ യൂസുഫ് കാരക്കാട്. നബി തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യുവാക്കളെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുന്നതിലും അവരുമായി സംവദിക്കുന്നതിലൊക്കെ ഒരു പാഠമുണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ വികാരങ്ങളെ, ഇഷ്ടത്തെ, സ്നേഹത്തെ അവർക്ക് ഈ ലോകത്തും പരലോകത്തും ഉപകാരമുള്ളതാക്കി മാറ്റുകയായിരുന്നു പ്രവാചകൻ്റെ ലക്ഷ്യം. യുവത്വത്തെ പ്രവാചകൻ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് ചരിത്രം നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ മഹത്വത്തെക്കുറിച്ച് ഒരുപാട് ഹദീസുകളും ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഏതാണെങ്കിലും സുഹൈൽ ഫൈസി കൂരാട്, റാഷിദ് കാലിക്കറ്റ് എന്നീ യുവാക്കളുടെ മനോഹരമായ ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മനോഹരമായ ഒരു മദ്ഹ് ഗാനാണ്.
നേതാവ് നബി നേരോതി നീതി നേതാവ് നബി നേരോതി നീതി നൂറായി തെളിയുന്ന സിറാജുദവി തിരുമൊഴി മധുരം ആ ചിരിയാധരം തിരുമൊഴി മധുരം ആ ചിരിയാധരം പകരും നഹദിൻ സുഖസ്നേഹവരം പകരും നഹദിൻ സുഖസ്നേഹവരം മായാത്തമൃതം തീരാ സുഹൃതം മായാത്തമൃതം തീരാ സുഹൃതം മറയൂല ഹബീബ് പറഞ്ഞ മതം മറയൂല ഹബീബ് പറഞ്ഞ മതം ഒരു പാതിരയിൽ മഹബൂബരികിൽ ജിബ്രീൽ വരുന്ന പൂങ്കുടിലിൽ ഒരു പാതിരയിൽ മഹബൂബരികിൽ ജിബ്രീൽ വരുന്ന പൂങ്കുടിലിൽ അല്ലാന്റെ വിളി അല്ലാന്റെ വിളി കാണാൻ കൊതി പറയുന്നു റസൂലേ രാജനിധി പറയുന്നു റസൂലേ രാജനിധി നേതാവ് നബി നേരോഗി നിധി നേതാവ് നബി നേരോഗി നിധി നൂറായി തെളിയുന്ന സിറാജുദവി നൂറായി തെളിയുന്ന സിറാജുദവി വരവേറ്റവിടെ മാലാകകളും ഇഹലോകമറിഞ്ഞ പ്രവാചകരും വരവേറ്റവിടെ മാലാകകളും ഇഹലോകമറിഞ്ഞ പ്രവാചകരും സമ്മാനമിതാ സമ്മാനമിതാ സമദോന്റെ ഹുദാ സ്വലവാത്ത് സലാമി നിദാനമിതാ സ്വലവാത്ത് സലാമി നിദാനമിതാ ദുനിയാവിതിലെ സുഖവീതികളിൽ അടച്ചോനെ മറന്നൊരു പാപിത ദുനിയാവിതിലെ സുഖവീതികളിൽ അടച്ചോനെ മറന്നൊരു പാപിത ഈ വേദനകൾ നിറയും വ്യഥകൾ ഈ വേദനകൾ നിറയും വ്യഥകൾ പറയുന്നു ഹബീബേ കേട്ടിടണേ പറയുന്നു ഹബീബേ കേട്ടിടണേ നേതാവ് നബി നേരോഗി നിധി നേതാവ് നബി നേരോഗി നിധി നൂറായി തെളിയുന്ന സിറാജുദവി നൂറായി തെളിയുന്ന സിറാജുദവി
സൂര്യൻ വരുമാദിനമോർത്തു കരഞ്ഞിവനിൽ വരുമാദിനമോർത്തു കരഞ്ഞിവനിൽ തണലേകിടണേ അരശിൻ ചുവടെ തണലേകിടണേ അരശിൻ ചുവടെ എഴുതുന്നൊരിശൽ സബബാക്കിടണേ എഴുതുന്നൊരിശൽ സബബാക്കിടണേ നേതാവ് നബി നേരോതി നിധി നേതാവ് നബി നേരോതി നിധി നൂറായി തെളിയുന്ന സിറാജുദവി നൂറായി തെളിയുന്ന സിറാജുദവി Reema Juma Mubarak, brought to you by Reema Spices, Pulses, Masalas and Breakfast Items. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്നത്തെ ജുമാ മുബാറക്ക് ഇവിടെ അവസാനിക്കുകയാണ്. വഴിവക്കിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ റേഡിയോ കേരളത്തെക്കുറിച്ചും ജുമാ മുബാറക്കിനെ കുറിച്ചും മറ്റ് പ്രോഗ്രാമുകളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഏറെ അഭിമാനവും ആഹ്ലാദമൊക്കെ തോന്നാറുണ്ട്. എല്ലാവരോടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്യുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും ഇഷ്ടത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെയാണ് നമ്മുടെ ജുമാ മുബാറക്ക്. കേൾക്കാൻ സമയം അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം. അപ്പോൾ എല്ലാവരോടും ഇഷ്ടം, സ്നേഹം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ഉള്ളവനെയും ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.